ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുത്രനുള്ളവന് ജീവനുണ്ട്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ അടുത്ത ഉദ്ദേശത്തെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നു. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാകുന്നു. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷൻ ആയത്. പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ ഇല്ലായ്മ ചെയ്യാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. മനുഷ്യജീവിതത്തിൽ പിശാചിൻ്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാനാണ് ദൈവപുത്രൻ വന്നത് എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ക്രിസ്തു ഇല്ലാത്തവന് ജീവനില്ല, ക്രിസ്തു ഉള്ളവന് ജീവനുണ്ട്. 1 യോഹന്നാൻ 5:11-12 വായിച്ചേ. ആ സാക്ഷ്യമോ, ദൈവം നമുക്ക് നിത്യജീവൻ തന്നു, ആ ജീവൻ അവന്റെ പുത്രനിൽ ഉണ്ട് എന്നുള്ളത് തന്നെ. പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല. അതായത് ക്രിസ്തുവിൽ കൂടി ഒരുവൻ ദൈവഭവനത്തിലേക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിലൂടെ ദൈവഭവനത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിച്ച് കയറും. ക്രിസ്തുവിലൂടെ ദൈവഭവനത്തിലേക്ക് നമ്മൾ വീണ്ടും ജനിച്ചു കയറും. അതുകൊണ്ടാണ് പറഞ്ഞത് പുത്രനുള്ളവന് ജീവനുണ്ടെന്ന്. അതിൻ്റെ വാക്യം യോഹന്നാൻ 1:12-13. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. തന്നെ കൈക്കൊണ്ട് തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവിടുന്ന് അധികാരം കൊടുത്തു. അവർ വംശപരമ്പരയാലോ ജഡേച്ഛയാലോ മനുഷ്യഹിതത്താലോ ജനിച്ചവരല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് ജനിച്ചവരത്രേ. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്നാ? വചനപ്രകാരം ലഭിക്കുക. ഇനി വചനപ്രകാരം ദൈവ കുടുംബത്തിൽ ജനിച്ചാൽ എന്നാ ഗുണം? കുടുംബനാഥനായ പിതാവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും. ഈ മുടിയനായ പുത്രൻ്റെ ഉപമയ്ക്കകത്ത് പറയുന്നത്, അവൻ പിതാവിൻ്റെ കയ്യിൽ നിന്നുള്ള സ്വത്തെല്ലാം മേടിച്ചുകൊണ്ട് പോയി ദൂരെ പോയി ദൂർത്തടിച്ച് നശിപ്പിച്ച് അവസാനം അവൻ തിരികെ വരുന്ന ഒരു സാഹചര്യം. യഥാർത്ഥത്തിൽ നമ്മുടെ പിതാക്കന്മാർക്ക് ആദ്യ പിതാവായ ആദത്തിനും ഔവയുമാണ് ഈ ധൂർത്തപുത്രൻ്റെ കഥയിലെ തുടക്ക കഥാപാത്രം. എന്നാൽ അതിൻ്റെ ഒടുക്ക കഥാപാത്രം നമ്മളാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ജനിക്കുന്നെങ്കിൽ നമ്മളാണ്. പിതാവ് ദൈവകുടുംബത്തിൽ ജനിച്ചാൽ കുടുംബനാഥനായ പിതാവുമായി ബന്ധം സ്ഥാപിക്കപ്പെടും. എന്നിട്ട് ദൈവം തൻ്റെ സ്നേഹം എന്തെന്ന് നമ്മളെ അറിയിക്കും. അങ്ങനെ തിരിച്ചു കയറിയാൽ, ആ കുടുംബത്തിൽ അംഗമായാൽ, അതിനൊക്കെ കാരണം യേശുവാണ്. അതായത് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൽ സാക്ഷീകരിക്കും. യോഹന്നാൻ 14 എടുത്തേ. 14:7-14 വരെ നോക്കിയേ. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത്. പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും. അതായത് എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിൽ അവൻ ഇത് സാധീകരിച്ച് തരുമെന്ന് തന്നെയാണ് പറയുന്നത്. എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് എൻ്റെ ആത്മാവിൽ അവൻ സാക്ഷീകരിക്കും. റോമാലേഖനം 5:8 വായിച്ചേ. ക്രിസ്തുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക്
നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അതായത് ആ സ്നേഹം വെളിപ്പെടുമ്പോൾ ആ സ്നേഹം വെളിപ്പെടുത്തുവാൻ യേശു തൻ്റെ ജീവനെ മറുവിലയായി കൊടുത്തു സ്നേഹത്താൽ. യോഹന്നാൻ 9-ാം അധ്യായത്തിനകത്ത് 1 മുതൽ 7 വരെ നോക്കിയാൽ അന്ധരെ, രോഗികളെ, മുടന്തന്മാരെ, കൂനുള്ളവരെ ഒക്കെ ആ സ്നേഹം കൊണ്ട് അവൻ സൗഖ്യമാക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. മാർക്കോസ് 1:34 അവൻ ഭൂതങ്ങളെ പുറത്താക്കിയെന്ന് നമ്മൾ വായിക്കുന്നു. ഈ യേശുവിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഭൂതങ്ങൾ ഓടിപ്പോവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഭൂതങ്ങൾക്ക് യേശുവിനെ അറിയാം. നമ്മളെ പേടിച്ചിട്ടൊന്നുമല്ല ഭൂതം ഓടിപ്പോകുന്നത്, ഈ പറയുന്നവൻ്റെ പേര് കൊണ്ടാണ് ഓടുന്നത്. അതായത് ഈ പ്രകൃതി ശക്തികളിൽ വലുതായി കാണുന്ന കാറ്റും കടലും വരെ യേശുവിനെ അനുസരിച്ചു. എടുത്തോ മാർക്കോസ് 4:37, 38, 39, 40, 41 വാക്യങ്ങൾ. മാർക്കോസ് സുവിശേഷം 4:37, 38 മുതൽ വായിച്ചാട്ടെ. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കൾ ആകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആർ എന്ന് തമ്മിൽ പറഞ്ഞു. അതായത് ഈ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ പ്രപഞ്ച ശക്തികൾ പോലും കീഴടങ്ങുന്നു. ഇതാണ് ഇതിൻ്റെ മർമ്മം. അപ്പോൾ യേശു ഭൂമിയിൽ വന്നത് കൊണ്ടാണ് നമുക്കിതൊക്കെ ഇങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത് പിന്നീട് യേശുവിൻ്റെ ശിഷ്യന്മാരായ അപ്പസ്തോലന്മാരായ പൗലോസും പത്രോസും ഒക്കെ യേശു ചെയ്ത പല കാര്യങ്ങളും ചെയ്തു. അവർക്ക് ചെയ്യാൻ പറ്റിയത് യേശു ഭൂമി വന്നുകൊണ്ടാണ്. അപ്പോൾ ഈ പിശാചിൻ്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യാനായി പ്രത്യക്ഷനായ ദൈവപുത്രൻ തൻ്റെ സ്നേഹത്താൽ നമ്മളെ വീണ്ടെടുക്കുമ്പോൾ നമുക്ക് ഈ വക അധികാരങ്ങളൊക്കെ ലഭിക്കുന്നു എന്നാണ് നമ്മൾ ഇതിനകത്തൂടെ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ പുത്രനുള്ളവന് ജീവനുണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഈ ജീവനല്ല. നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തെ ചലിപ്പിക്കുന്ന ഈ ജീവനെക്കുറിച്ചല്ല പറയുന്നത്. വചനപ്രകാരം ജനിച്ച് വീണ്ടും ജനിച്ച് ദൈവകുടുംബത്തിൽ അംഗമായി പിതാവുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചാൽ നമ്മൾ എന്തൊക്കെ ചെയ്യുമെന്നാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ വിവിധങ്ങളായ വിഷയങ്ങളിലൂടെ പഠിപ്പിച്ചത്. പക്ഷേ ഈ ശിഷ്യന്മാർക്ക് ആർക്കും ഇതൊരു സമയത്ത് ഇത് പിടികിട്ടിയില്ല. യേശു ഭൂമിയിലെ ശരീരത്തിൽ വസിച്ച സമയത്ത് ശിഷ്യന്മാർക്ക് ഇത് മനസ്സിലായില്ല. അവന്മാർ തീറ്റയും കുടിയും പരിപാടിയൊക്കെ ആയിട്ട് നടന്നു. അവർ ധരിച്ചത് യേശു ഒരു ഐഹികമായ രാജ്യം ഇവിടെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു ഭൗതികമായ രാജ്യം ഉണ്ടാക്കും, യുവന്മാരെയൊക്കെ മന്ത്രിമാരാക്കും, പിന്നെ ഒന്ന് വിലസാവെന്നൊക്കെ ഓർത്ത് അവന്മാരിരുന്നത്. പക്ഷേ ആ വിലസലൊന്നും നടന്നില്ല. യേശുവിനെ പിടിച്ചു. വചന വ്യവസ്ഥ പ്രകാരം യേശു കൊല്ലപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മരണത്തിൻ്റെ മുകളിലും കൂടെ അധികാരമെടുത്തു. പിന്നീട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് ഭൂമി വരുന്നത് വരെ അവന്മാർ ഭയപ്പെട്ട് നടന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി കാര്യങ്ങൾ ഓരോന്നോരോന്ന് ഇത് വ്യത്യസ്തമാണ് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മളെല്ലാം കടന്നു പോകുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, പ്രയാസങ്ങൾ, നമ്മൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത് തുടരുന്നത്. കാറ്റും കോളും അടിക്കില്ല എന്ന് ദൈവവചനം പറഞ്ഞിട്ടില്ല. കാറ്റും കോളും അടിക്കും, പക്ഷേ അടിസ്ഥാനമുള്ളവൻ നിലനിൽക്കും എന്ന് പറഞ്ഞാൽ പുത്രനുള്ളവന് ജീവനുണ്ടെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ജീവനുള്ളവൻ വളരും, ജീവനുള്ളവൻ ഉണരും, ജീവനുള്ളവൻ വളരും, അവൻ ഫലം കായ്ക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനായി, നല്ല വചനത്തിനായി, നല്ല സാഹചര്യങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, എന്നെ ശ്രവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും ദൈവത്തിൻ്റെ ശക്തി അധികമായി നിറയുവാൻ ദൈവം അവരെ ബലപ്പെടുത്തി അനുഗ്രഹിക്കണമേ. കർത്താവേ, അവരുടെ തളർച്ചകൾ, ക്ഷീണങ്ങൾ, ആകുലതകൾ, പ്രയാസങ്ങളൊക്കെ മാറ്റണമേ. കർത്താവിൻ്റെ കൃപയാലും കരുണയാലും നടത്തി അനുഗ്രഹിക്കുകയും വളർത്തുകയും ഉയർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് പിശാചിൻ്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യുവാനാണ് വന്നതെന്ന രണ്ടാമത്തെ
സുവിശേഷത്തെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുമ്പോൾ ഞങ്ങളുടെയും കേൾവിക്കാരുടെയും ജീവിതത്തിൽ എവിടെയെങ്കിലും പിശാചിൻ്റെ പ്രവർത്തികൾ ദൃശ്യമോ അദൃശ്യവുമായി നിൽക്കുന്നെങ്കിൽ നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം ക്യാൻസലായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, പിശാച് കേൾവിക്കാരുടെ ജീവിതത്തിൽ നിന്ന്, അടിയങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അടിയങ്ങൾ അറിഞ്ഞോ കർത്താവെ, പ്രിയപ്പെട്ടവർ അറിഞ്ഞോ അറിയാതെയോ പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയ സകല നന്മകളും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ 7 മടങ്ങ് തിരികെ കൊടുക്കുവാൻ കൽപ്പിക്കുന്നു. കർത്താവ് അത് അപ്രകാരം ചെയ്തവരെ വിടുവിച്ച കൃപയ്ക്കായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ കേൾവിക്കാർ ഓരോരുത്തരും ശക്തിയോടെ വചനമനുസരിച്ച് ബലം പ്രാപിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. തിരുസന്നിധിയിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.